CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് സാധ്യമായ പരിഹാരമാർഗങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ. MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കെ അൻവറിന്റെ നിർണായക നീക്കം തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിന്റെ ഭാഗമായി. ധനുമാസക്കുളിരിന്റെ സ്പർശവുമായി തിരുവാതിര ആഘോഷം. ചൊവ്വല്ലൂരിൽ പട്ടും താലിയും ചേർത്താൻ അഭൂതപൂർവമായ തിരക്ക്. കുന്നംകുളം പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. അർദ്ധരാത്രിയിലാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. ഗുരുവായൂർ ട്രാൻസ്ഫോമറിന് മുകളിലെ വൈദ്യുതി കമ്പിയിൽ പിടിച്ച തമിഴ്നാട് സ്വദേശിയായ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ സഭയുടെ മുഖവും സാക്ഷ്യപ്പെടുത്തലുമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഗുരുവായൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർ ഷോറൂമിൽ തീപിടുത്തം. അക്കിക്കാവ് കമ്പിപ്പാലത്ത് ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാല്യൂ ഷോപ്പിൽ തിങ്കളാഴ്ച രാവിലെ 7:30 അഗ്നിബാധ. ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് കുപ്രവള്ളി GMLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡ് ചൊവ്വല്ലൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് സ്റ്റേഷൻ റോഡ് കാനയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി 100 ദിന TB ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരനായ ഹരിദാസിനെ ഉപജീവന മാർഗമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും. ഹരിദാസന്റെ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. വെങ്കിടങ്ങ് പാടൂർക്കടവ് ചായക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന മോഡൽ ഇൻക്ലൂസീവ് ആക്ടിവിറ്റി റിസോഴ്സ് റൂം കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. ലൈബ്രറി കൗൺസിൽ ചൂണ്ടൽ പഞ്ചായത്ത് തല നേതൃസമിതിയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചു. ഹരിതകർമ്മസേന യൂണിയൻ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപനത്തിന് വിരാമമില്ലെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് ഫെബ്രുവരി 9, 10, 11 തീയതികളിലായി നടക്കും. വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി 3.5 വയസ്സുകാരി സമൃദ്ധി. ചാലുശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ 3.5 വയസ്സുകാരി താരമായത്. കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ദിനത്തോടനുബന്ധിച്ച് വിശേഷാൽ ചടങ്ങുകൾ നടന്നു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും റഫായൽ മാലാഗയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 57 വർഷത്തെ സേവനത്തിനു ശേഷം കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി പദവിയൊഴിയുന്ന ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിക്ക് ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഇന്ദിരാജി വടക്കുമുറി റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് NITUC കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സമരം നടത്തി. വേലൂരിലെ യുവ എഴുത്തുകാരി ജീഷ്മ കൃഷ്ണന്റെ ആദ്യ പുസ്തകം വിത്ത് പ്രകാശനം ചെയ്തു. തിരുനാൾ ആഘോഷത്തിനിടെ ബാൻഡ് മേളത്തിൽ കൊട്ടിക്കയറി വൈദികൻ. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇടവക അംഗം കൂടിയായ ഫാദർ സാജൻ വടക്കൻ ബാൻഡ് മേളത്തിൽ കൊട്ടിക്കയറിയത്. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിൽ മേരിമാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാഘോഷം ഭക്തി നിർഭരമായി. UGCയെ കാവ്യവൽക്കരിക്കാനും വൈസ് ചാൻസലർ നിയമനത്തിന് ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തണമെന്ന് SFI ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. വളർത്തുമൃഗങ്ങൾക്ക് ആയുരാരോഗ്യത്തിനായി തെണ്ടനട നേദ്യം. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ആഘോഷത്തോടനുബന്ധിച്ച് നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന വഴിപാടാണ് തെണ്ടനട ചുടൽ. ചന്ദ്രൻ വട്ടംപറമ്പിൽ ചാരിറ്റബിൾ ട്രസ്റ്റും ഡോണേഴ്സ് ഹമ്പ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി തൃശൂർ IMA ബ്ലഡ് സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി. വയലത്തൂർ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ദിക്കർ ഹൽക്ക വാർഷികവും പ്രാർത്ഥനാ സംഗമവും നടത്തി.
എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വര ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി. പുന്നയൂർ കുരഞ്ഞിയൂർ ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച കുന്നംകുളം സ്വദേശിയുടെ ബന്ധുക്കളെ തേടുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചറിയുന്നവർ പോലീസുമായോ 0488522211 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പുന്നയൂർ ഒറ്റയിനി ആക്കിപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് 31 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കടങ്ങോട് പാഴിയോട്ടുമുറിയിൽ SDPI പ്രവർത്തകൻ ലത്തീഫിനും കുടുംബത്തിനും നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സംസ്ഥാന സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന നാഷണൽ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടിയ എരുമപ്പെട്ടി സ്വദേശി PS ആരോണിനെ മഹിളാ കോൺഗ്രസ് അനുമോദിച്ചു. അക്കിക്കാവ് മോളിക്യൂൾ അക്കാദമിയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റ് ധനസഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള ഹിന്ദു വനിതാ വിഭാഗം സംസ്ഥാന തലത്തിൽ നടത്തിയ തംഹീദുൽ മർഅ പരീക്ഷയിൽ പെരുമ്പിലാവ് പുതിയ വീട്ടിൽ ഒഫിയ കമറുദ്ദീൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കരിക്കാട് പ്ലസന്റ് വില്ലാസ് നിവാസികളുടെ കൂട്ടായ്മയായ പ്ലസന്റ് വില്ലാസ് റെസിഡൻസ് അസോസിയേഷൻ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേന്ദ്രൻ നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.